ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇടുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ 2024 മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള വിഷുഫലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷുഫലത്തിലുള്ള നക്ഷത്രം പൂയം നക്ഷത്രമാണ്. അപ്പോൾ മേടമാസം തൊട്ടുള്ള പൂയം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നോക്കാം. ഏകദേശം മേടമാസം ആകുമ്പോഴത്തേക്ക് പൂയം നക്ഷത്രക്കാർക്ക് ജോലിയുടെ ഒരു തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. അതായത് ഇതുവരെ ജോലി കിട്ടാത്ത പൂയം നക്ഷത്രക്കാരുടെ നല്ല രീതിയിലുള്ള തടസ്സം മാറി അവർ ഉദ്ദേശിക്കുന്ന പോലുള്ള ജോലിയെ, നിലവിൽ ജോലിയുള്ള ഭക്തജനങ്ങൾക്ക് ഉയർന്ന ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം ഉള്ളതുകൊണ്ടാൽ മേടം മാസത്തിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ ജോലി തീർച്ചയായിട്ടും കിട്ടും. നമ്മളൊപ്പം തന്നെ പരിശ്രമിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് ജോലി കിട്ടണമെന്നില്ല, നമ്മൾ പരിശ്രമിക്കുക. അപ്പം നമ്മുടെ ഫലം ഈശ്വരൻ ഉറപ്പായിട്ടും കാണും. അപ്പം കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും. ഈ ഒരു ദോഷങ്ങൾ മാറുവാനും കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന 7 തവണ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച ചെയ്യുക. നിലവിൽ ജോലിയുള്ള ഭക്തജനങ്ങളാണെങ്കിൽ ഞായറാഴ്ച ദിവസം ചെയ്യുക. അപ്പോൾ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന കഴിവതും താമര കൊണ്ട് ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. താമര മേടിക്കാൻ സാമ്പത്തികം ഉള്ള ഭക്തജനങ്ങളാണെങ്കിൽ താമര കൊണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ സാധാരണ പുഷ്പം കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ തിരുമേനിയോട് പ്രത്യേകം പറയണം, ജോലി തടസ്സത്തിന് വേണ്ടിയാണ് ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇടവമാസം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രോഗദുരിതം, അതായത് ഇതുവരെ രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് രോഗങ്ങൾ മാറാൻ നല്ലൊരു മാസമാണ് ഇടവമാസം. അതായത് രോഗങ്ങൾ മാറി നമുക്ക് എന്താ പറയുക, എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും വരുന്ന ഒരു മാസമാണ് ഇടവമാസം. അപ്പം നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചിട്ട് രോഗങ്ങൾ മാറുന്നില്ല, അടിക്കടിക്ക് രോഗങ്ങൾക്ക് കൂടുന്നു. അപ്പോൾ ഈ ഒരു ദോഷസന്ധികളും പ്രതിസന്ധികളും തടസ്സം മാറാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ ജലധാര കഴിക്കുന്നത് വളരെ അധികം ഉത്തമമാണ്. അത് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ചെയ്യാം. ജോലി ഉള്ള ഭക്തജനങ്ങളാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഞായറാഴ്ച ദിവസം അവധി കിട്ടുന്ന സമയങ്ങളിൽ ജലധാര ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ബാക്കി ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ പൂയം നക്ഷത്രങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ പോയി കണ്ട് മരുന്ന് മേടിക്കുക. മരുന്ന് മേടിക്കാതെ വഴിപാടിലൂടെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും മാറില്ല. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുക തന്നെ ചെയ്യുകയാണ്. അപ്പം ഇടവമാസത്തിലെ രോഗശാന്തിക്ക് വേണ്ടി മഹാദേവന് ധാര നടത്തുക. നമുക്ക് മിഥുനമാസം നോക്കാം. മിഥുനമാസത്തിൽ സംബന്ധിച്ച് പൂയം നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങൾ കൂടാൻ വളരെയധികം ഉള്ള മാസമാണ്. ശത്രുദോഷം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും പേടിയാണ്. പേടിക്കേണ്ട കാര്യങ്ങളല്ല, നമ്മുടെ കൂട്ടുകാർ പോലും നമുക്ക് ശത്രുക്കളാകുന്ന ഒരു മാസമാണ് മിഥുനമാസം. അപ്പോൾ മിഥുനമാസത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കും വളരെയധികം ശ്രദ്ധിച്ച് വേണം. നമ്മളൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ പാരകൾ പണിയും. നമ്മൾ പോലെ അറിയത്തില്ല, ചിരിച്ചോണ്ട് എന്താ പറയുക, ചിരിച്ചോണ്ട് നമ്മളോട് ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മൾ ചിരിച്ചോണ്ട് എന്തോ, അത് ഞാൻ വിട്ടുപോയി, ചിരിച്ചോണ്ട് ഇല്ല എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ചിരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പ്രതികരിക്കുക, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പറയും. അപ്പോൾ ആ ഒരു ശത്രുതാ മനോഭാവം ഇല്ലാതാക്കാനും, അതായത് നിലവിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ആ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അശ്വാരൂഢ മന്ത്രാർച്ചന. ദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നമ്മൾ താമര കൊണ്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള ശത്രുക്കൾ നമുക്ക് വശ്യമായി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അശ്വാരൂഢ മന്ത്രാർച്ചന ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് താമര കൊണ്ടാണ് അശ്വാരൂഢ മന്ത്രാർച്ചന ചെയ്യേണ്ടത്. അപ്പം മിഥുനമാസത്തിലെ ഈ ശത്രുദോഷങ്ങളും പൂയം നക്ഷത്രക്കാർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നതായിരിക്കും, ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ. ഒപ്പം തന്നെ കർക്കിടക മാസത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് ഒത്തിരി യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നിലവിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തവർക്ക് അത് സാമ്പത്തികം അറിയും. ഒപ്പം തന്നെ വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ട് അവർ ഉദ്ദേശിക്കുന്ന പോലെ യാത്ര, അതായത് പുണ്യ സ്ഥലങ്ങൾ, പുണ്യ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ നല്ലൊരു അവസരം കൂടിയാണ് കർക്കിടക മാസം. അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ സ്പീഡ്. അപ്പോൾ ഈ ഒരു തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ പോയി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. അത് ഞായറാഴ്ചയോ ബുധനാഴ്ചയോ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യാം. നമ്മൾ മാസത്തിൽ ഒരു തവണ ഈ ഒരു കാര്യം ചെയ്താൽ മതി. കർക്കിടക മാസം വലിയ കുഴപ്പങ്ങളൊന്നും പൂയ നക്ഷത്രക്കാർക്കില്ല. ഒപ്പം തന്നെ ചിങ്ങമാസം നമുക്ക് നോക്കാം. ചിങ്ങമാസം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇവർക്ക് വീട് പണി, അതായത് നിലവിൽ വീട് പണി മുടങ്ങിക്കിടക്കുന്ന പൂയം നക്ഷത്രക്കാർക്ക് വീട് പണി അനുകൂലമായിട്ട് വരുന്നതാണ്. നമ്മൾ നേരത്തെ ചോദിച്ച പൈസകളൊക്കെ നമുക്ക് വന്നു ചേരും. അഥവാ നമ്മൾ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോണൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ 4 ആൾക്കാർ സഹായിച്ച് നമ്മുടെ വീട് പണി നമുക്ക് ശുഭകരമായിട്ട് നടക്കുന്നതായിരിക്കും. അതിന് യാതൊരു തടസ്സവുമില്ല. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യമേ വീട് സംബന്ധമായിട്ട് ദോഷങ്ങളുണ്ടെങ്കിൽ ഒരു വാസ്തുവിനെ വിളിച്ച് ആ ഒരു ദോഷം തീർത്തതിന് ശേഷം നമ്മൾ അടുത്തുള്ള ദേവീക്ഷേത്രം, അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നമ്മുടെ പേർക്ക്, വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് ഭഗവതി സേവ ചെയ്യുക. അപ്പോൾ നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് ഒന്നും കൂടെ ശുഭകരമായിട്ട് വീട് പണിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ചിങ്ങമാസത്തിൽ പൂയം നക്ഷത്രങ്ങൾ വളരെയധികം നല്ലൊരു മാസം തന്നെയാണ്. ഒപ്പം തന്നെ കന്നിമാസം
കന്നിമാസം തൊഴിൽ ബിസിനസ്, അതായത് ബിസിനസ്സുപരമായിട്ട് നല്ല രീതിയിലുള്ള സാമ്പത്തികങ്ങളൊക്കെ ഉണ്ടാകും, ശത്രുദോഷങ്ങൾ മാറും, എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കന്നിമാസത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കുന്നതാണ്. ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ തൃഷ്ടുപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. ശത്രുദോഷങ്ങൾ, അതുപോലെ തന്നെ ദൃഷ്ടിദോഷങ്ങൾ, പ്രാക്കുദോഷങ്ങൾ, ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ തൃഷ്ടുപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത്. അപ്പം കന്നിമാസത്തിൽ നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഈ കന്നിമാസത്തിൽ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ തന്നെ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തുകൊണ്ടും പൂയം നക്ഷത്രക്കാർക്ക് കന്നിമാസം വളരെയധികം നല്ലതാണ്. ഒപ്പം തന്നെ തുലാമാസം പൂയം നക്ഷത്രക്കാരെ വളരെയധികം സന്തോഷിക്കും. അതായത് കുട്ടികളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക്, വിവാഹ കാര്യങ്ങൾ തടസ്സമുള്ളവർക്കൊക്കെ പൂർണ്ണമായിട്ടും വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസമാണ് തുലാമാസം. അപ്പോൾ ഇതുവരെ പല രീതിയിലുള്ള ദോഷങ്ങൾ കൊണ്ടും ഇല്ലെങ്കിൽ ജോലിയില്ലായ്മ കൊണ്ടും എല്ലാത്തിനും വിവാഹങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും മാറിപ്പോലും അങ്ങനെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് എന്തായാലും തുലാമാസം ആകുമ്പോഴത്തേക്ക് നാലാദിക്കുന്ന, അതായത് നമ്മൾ മുമ്പ് കണ്ട ആലോചനകളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരും. വിവാഹം ഉറപ്പ് ആകുകയും ചെയ്യും. അതിൽ യാതൊരു മാറ്റമില്ല. ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ബാണേശ്വരി മന്ത്രം കൊണ്ട് ഹോമവും ബാണേശ്വരി അർച്ചനയും ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. അതൊരു വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ തിരുമേനിയെ കണ്ട് സംസാരിക്കുക. ബാണേശ്വരി ഹോമവും ബാണേശ്വരി മന്ത്ര അർച്ചന. അപ്പോൾ ഏകദേശം തുലാമാസവും നല്ലൊരു മാസമാണ്. ഒപ്പം തന്നെ വൃശ്ചിക മാസം. വൃശ്ചിക മാസത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് നല്ലൊരു ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബക്കാരായിട്ട് നല്ല ഐക്യതയോടെ കടന്നു പോകും. അതായത് നേരത്തെ ഉള്ള ബന്ധുജനങ്ങളൊക്കെ നമ്മളായിട്ട് പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അവർ ഇണങ്ങി വരും, അയൽക്കാരൊക്കെ. ഒപ്പം തന്നെ സന്തുഷ്ട അനുഭവങ്ങൾ വരും, കുട്ടികളിൽ നിന്ന് സന്തോഷ വാർത്തകൾ കേൾക്കുക. നമുക്ക് എന്തുകൊണ്ടും മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു മാസം കൂടെയാണ് വൃശ്ചിക മാസം. എല്ലാ ദോഷങ്ങളും അകന്നു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കില്ലാതിരിക്കാനും ദോഷങ്ങൾ മാറിപ്പോകാനും മഹാദേവ ക്ഷേത്രത്തിൽ അഹോരമന്ത്ര അർച്ചന എരിക്കുമ്പോൾ കൊണ്ട് ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ ധനുമാസം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ ദോഷങ്ങളൊന്നുമില്ല. ഐശ്വര്യം, അതായത് എല്ലാ കാര്യത്തിലും ഐശ്വര്യം എന്നൊരു ഇവർ എല്ലാത്തിലും വിജയിക്കും. അതായത് ഇവർ ഏത് തൊഴിൽ സംബന്ധമായിട്ട് ഏത് രീതിയിലേക്കായാലും മുന്നോട്ട് പോയാലും ധനുമാസം ഇവർക്ക് നല്ലൊരു മാസമാണ്. അതായത് കച്ചവടം, ഇല്ലെങ്കിൽ അവർ വേറെ ജോലിക്ക് പോകുന്നു, അവർ പല ബിസിനസ്സുകൾ തുടങ്ങിയാൽ എല്ലാത്തിലും എന്താ പറയുക, കുതിരയെ പോലെ പവർ സ്പീഡായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ശത്രുദോഷങ്ങളോ ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടും ധനുമാസം ഇവർക്ക് നല്ലതാണ്. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതേപോലെ തന്നെ നമ്മൾ എന്ത് തുടങ്ങാൻ ഉദ്ദേശിച്ചാലും ജോലി, തൊഴിൽ, വീട് പണി, ഇതൊക്കെ നല്ല ഒരു മാസമാണ് പൂയം നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ ഒരു തടസ്സങ്ങളും ദോഷങ്ങളും മാറാൻ വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര അർച്ചന താമര കൊണ്ട് ചെയ്യുന്നത് വളരെ അധികം ഉത്തമപ്പെടും. അപ്പം ഇതിന് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികളൊക്കെ മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ അനുകൂലമായിട്ട് വരാൻ വേണ്ടി നമ്മൾ സുദർശന മന്ത്രാർച്ചന താമര കൊണ്ട് ചെയ്യുന്നത്. ജോലിയുള്ള ഭക്തജനങ്ങളാണെങ്കിൽ ഞായറാഴ്ച ചെയ്യുക, അല്ലാത്ത ഭക്തജനങ്ങൾ വ്യാഴാഴ്ച ദിവസവും ചെയ്താൽ മതി. അപ്പോൾ ധനുമാസം ഇവർക്ക് നല്ലതാണ്. ഒപ്പം തന്നെ മകരമാസത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതായത് നിലവിൽ അസുഖമുള്ള പൂയം നക്ഷത്രക്കാരാണെങ്കിൽ അസുഖങ്ങളൊന്നും വഷളാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക. ഒപ്പം തന്നെ ഈ ഒരു കാര്യം കേട്ടെന്ന് വെച്ചിട്ട് പൂയം നക്ഷത്രക്കാർ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിന് പരിഹാരമായിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ ധാരകളും ഇല്ലെങ്കിൽ ശനീശ്വര ഹോമം ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കഷ്ടകാലങ്ങളും ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരമായി മകരമാസം. ഒപ്പം തന്നെ കുംഭമാസത്തിൽ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ നേടിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടവും ലാഭവും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒത്തിരി നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളതുകൊണ്ട് വളരെയധികം സാമ്പത്തിക കാര്യങ്ങൾ റോൾ ചെയ്യുമ്പോൾ കുംഭമാസത്തിൽ പൂയം നക്ഷത്രക്കാർ വളരെയധികം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതായത് സാമ്പത്തിക നഷ്ടങ്ങൾ വരാം. നമുക്ക് പൈസ കിട്ടുന്ന സമയങ്ങളിൽ പല ആൾക്കാരും നമ്മളോട് പൈസ ഒന്നാമത്തെ കാര്യം കടം ചോദിക്കും. അന്ന് നമ്മുടെ വീട്ടിലുള്ളവർക്ക് 100 കൂട്ടം ആവശ്യങ്ങൾ, അങ്ങനെ പൈസ പുറത്തു പോകുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. അതായത് സാമ്പത്തിക നഷ്ടങ്ങൾ വരും. അതായത് പല ആൾക്കാരും നമ്മുടെ നിന്ന് പൈസ ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോഴത്തേക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂയ നക്ഷത്രമായോ കുംഭമാസം ആകുമ്പോഴത്തേക്ക് നിങ്ങളോട് ആര് കടം ചോദിച്ചാലും നിങ്ങൾ പൈസകളോ മറ്റുള്ള കാര്യങ്ങൾ കടം കൊടുക്കരുത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഒപ്പം നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. ഈ ഒരു ദോഷങ്ങൾ അകന്നു പോകാനും ദോഷങ്ങൾ വരാതിരിക്കാനും തന്നെ നേരത്തെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ഋണമോചന മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. അത് മുക്കുറ്റി കൊണ്ട് തന്നെ ചെയ്യുകയും ചെയ്യുന്നത് ഋണമോചന മന്ത്ര അർച്ചന. അത് അമ്പലത്തിൽ തിരുമേനിയോട് പറയുമ്പോൾ തിരുമേനി അത് നല്ല പോലെ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ദോഷത്തിന് പരിഹാരം കൂടെ കിട്ടുന്നതായിരിക്കും.
കുംഭമാസത്തില് മീനമാസത്തിലെ പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ നല്ലൊരു മാസമാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭങ്ങൾ, അതായത് തൊഴിൽ മേഖലയിൽ നിന്ന് സാമ്പത്തിക ലാഭങ്ങളും ഐശ്വര്യം എല്ലാ കാര്യങ്ങളും പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ, ദുർഗാസങ്കല്പം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഭാഗ്യസുക്താർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അപ്പോൾ പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില പൂയം നക്ഷത്രക്കാർ പറയാറുണ്ട്, തിരുമേനി എൻ്റെ കൂട്ടുകാരൻ പൂയമാണ്, അവന് ഭയങ്കര ഭാഗ്യം എന്ന് പറയും. ഞാൻ പല ജ്യോതിഷന്മാർ ചെയ്യുന്ന വീഡിയോ കണ്ടുണ്ട്. അവർ പലതും പല രീതിയിലാണ് പറയുന്നത്. പക്ഷേ അവർ പറഞ്ഞ ഭാഗ്യങ്ങളൊന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഒന്നാമത്തെ കാരണം, നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ എണ്ണ കൊടുക്കാതിരിക്കുക, അവിടെ രക്ഷസ് ഉണ്ടെങ്കിൽ പാൽപ്പായസം കൊടുക്കാതിരിക്കുക, നമുക്ക് അച്ഛൻ വഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴാതിരിക്കുക, അവിടെ വിളിക്കാതിരിക്കുക, അതായത് അവിടുത്തെ ഈശ്വരന്മാരെ അവഗണിച്ച് ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുക. ഒപ്പം തന്നെ നമ്മുടെ ദേശദേവതയുടെ പ്രീതിയില്ലാതിരിക്കുക. ഉപാസനാമൂർത്തിയെ മാത്രം ബലപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് അച്ഛൻ വഴിയും അമ്മ വഴിയും ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് കുടുംബദേവതയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് വേണം. ഒപ്പം തന്നെ വീടിൻ്റെ അടുത്ത് കാവുകളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് സർപ്പപ്രീതി മരത്തിൻ്റെ വളരെയധികം ഉത്തമം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ പൂയ നക്ഷത്രക്കാരുടെ ജാതകത്തിൽ എത്ര ഭാഗ്യങ്ങൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാതെ അവരുടെ ഭാഗ്യങ്ങൾ കിട്ടില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് ജാതകത്തിലെ ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട അച്ഛൻ വഴിയും അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴണം, ദേശദേവതയെ പ്രീതിപ്പെടുത്തണം. വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ സർപ്പങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് എണ്ണ ഒഴിക്കുക, ഇല്ലെങ്കിൽ രക്ഷസ് ഉണ്ടെങ്കിൽ നമ്മുടെ പേർക്ക് രക്ഷസിന് പാൽപ്പായസം കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പൂയ നക്ഷത്രക്കാരെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമസ്കാരം.